ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് നമ്മൾ ക്രീപ്പ് പേപ്പർ ഉപയോഗിച്ചിട്ടൊരു ചെമ്പരത്തി പൂവാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡാർക്ക് വയലറ്റ് ക്രീപ്പ് പേപ്പർ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ 5 സിക്സാർ രീതിയിൽ ഒരേ അളവിൽ മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ വൈറ്റ് പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 പെറ്റൽസ് കിട്ടും. അതിൽ ഒരു പെറ്റൽ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ, അതായത് നമ്മുടെ സെൻറ്റർ ഭാഗത്തു നിന്ന് സൈഡിലേക്ക് അടുത്ത പെറ്റൽ വെച്ച് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് താഴേന്ന് മുതൽ മുകൾ വരെ നമ്മുടെ പെറ്റലിൻ്റെ സൈഡ് ഭാഗം ഫുള്ള് പശ ഒട്ടിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പശ ഒട്ടിക്കേണ്ട, സെൻറ്റർ ഭാഗത്ത് നിർത്തിയാൽ മതി, മുകളിലേക്ക് ഒട്ടിക്കരുത്. നമുക്ക് പെറ്റൽസ് വിടർത്തിയെടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഈ രീതിയിൽ എല്ലാ പെറ്റൽസും ഒട്ടിച്ചെടുത്തിട്ട് സെയിം രീതിയിൽ തന്നെ നമ്മൾ അവസാനത്തെ 2 അറ്റവും ചേർത്ത് റൗണ്ടിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് 1 സെൻറ്റിമീറ്റർ വീതി വരുന്ന രീതിയിൽ നീളത്തിൽ സെയിം കളർ തന്നെ ക്രീപ്പ് പേപ്പർ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാനത് ചെറുതായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. ഒന്നിച്ച് കട്ട് ചെയ്യാനുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മടക്കി കൊടുക്കുന്നത് കേട്ടോ. ഇനി ഒരു സൈഡിൽ നിന്ന് സെൻറ്റർ ഭാഗം വരെ മാത്രം കുനുകുനാന്ന് ചെറിയ രീതിയിൽ നൂല് പോലെ വരുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗമെല്ലാം ഒരേപോലെ നിൽക്കുന്ന രീതിയിലൊന്ന് ചുരുട്ടിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ ടോപ്പ് വശത്ത് മാത്രം അധികം കട്ടിയില്ലാതെ ചെറിയ രീതിയിലൊന്ന് പശ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അറ്റ ഭാഗത്ത് മാത്രം, എല്ലാ കട്ട് ചെയ്ത ഭാഗത്തും പറ്റാൻ മാക്സിമം നോക്കണം. എന്നിട്ട് നമ്മളിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, അതിലേക്കൊന്ന് ആ അറ്റഭാഗം മാത്രം ഒന്ന് മുക്കി കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ പൂവിൻ്റെ പൂമ്പൊടി ഉണ്ടല്ലോ, അതുപോലെ ഒന്ന് തോന്നിക്കാൻ വേണ്ടി മാത്രമായിട്ട് അറ്റത്ത് മാത്രം പറ്റിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം അത് അവിടെ ശരിയാക്കി കഴിഞ്ഞിട്ട് ഇനി കുറച്ച് നീളത്തിലൊരു കമ്പി എടുക്കുന്നുണ്ട്. അതിൻ്റെ അറ്റത്ത് നമ്മൾ ചെറുതായൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. ഇനി ആ മടക്ക് ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത ആ ക്രീപ്പ് പേപ്പർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സൈഡ് എടുത്ത് ഒട്ടിച്ച ശേഷം കമ്പി പുറത്ത് കാണാത്ത രീതിയിൽ നമ്മുടെ ആ പെറ്റലിൻ്റെ നീളം ഉണ്ടല്ലോ, അതിനേക്കാളും ഇത്തിരിയും കൂടെ നീളം നിൽക്കുന്ന രീതിയിലൊന്ന് താഴോട്ട് ചുറ്റിയെടുത്ത് ആ എൻഡ് ഭാഗത്തൊന്ന് പശ തേച്ച് ഒട്ടിച്ചൊന്ന് ഫിക്സാക്കി എടുക്കണം. ഇനി നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ചുറ്റി കൊടുത്ത കമ്പിയുടെ ആ ചുറ്റി കൊടുത്തതിന് തൊട്ട് താഴെയായിട്ട് ഒന്ന് റൗണ്ടിലൊന്ന് ചുറ്റിയെടുക്കണം. ചുറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ആ സെൻറ്റർ ഭാഗത്ത് ഇച്ചിരി കട്ടി കൂടുതൽ വരുന്നു, ഒരു ചെറിയ ഓവൽ ഷേപ്പ് പോലെ തോന്നിക്കുന്ന രീതിയിൽ, എന്നാൽ ചുവടുവശം ഒരിത്തിരി കനം കുറഞ്ഞ് തന്നെ നിൽക്കണം കേട്ടോ. അത് നമ്മൾ ഫ്ലവറിൻ്റെ ഉള്ളിൽ വെച്ച് ഒന്ന് ഫിക്സ് ചെയ്യുക. അതായത് കട്ടി എന്തോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് വെക്കുമ്പം ആ ഉള്ളിൽ ഈ ടിഷ്യൂവിൻ്റെ ഭാഗം ചുവടുവശത്ത് നിൽക്കണം. അപ്പോൾ അത് പുറത്തേക്ക് വരാൻ പാടില്ല. ആ രീതിയിൽ വേണം ചുറ്റിയെടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ നമ്മൾ പശ തേച്ചിട്ട് ആ ഫ്ലവറിൻ്റെ ആ പെറ്റൽസിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലവറിൻ്റെ ചുവടുവശത്ത് ഒട്ടിക്കാൻ പരുവത്തിന് ഉള്ള നീളത്തിൽ ഒരു ചെറിയ ഗ്രീൻ കളർ ക്രീപ്പ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് മടക്കി കൊടുത്ത് നമ്മുടെ ആ അറ്റവശം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് ആ ഫ്ലവറിൻ്റെ ചുവട്ടിലൊന്ന് റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗത്ത് നമ്മൾ നമ്മുടെ ഫ്ലോറൽ ടൈപ്പ് ഉപയോഗിച്ചൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അത് വീഡിയോയിൽ കിട്ടിയില്ല, അങ്ങനെ നമ്മൾ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരു ഫ്ലവറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നടുവേ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലൊരു പീസ് എടുത്തിട്ട് നടുവേ ഒന്ന് നീളപ്പാട് മടക്കി കൊടുത്ത് വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുത്ത് ഒന്നുകൂടെ മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു ചെറിയ മടക്ക് നീളത്തിൽ കിട്ടും. അതിൻ്റെ ഒരു കമ്പി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അറ്റം മടക്കിയിട്ട് അമക്കി വെക്കരുത്. അതിന് മുമ്പ് ഈ മടക്ക് ഭാഗം വരുന്ന ടിഷ്യൂൻ്റെ ഒരറ്റം അതിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ട് വേണം പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഈ ടിഷ്യൂൻ്റെ അറ്റത്ത് പശ തേച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കണം. ചുറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു മുട്ടിൻ്റെയൊക്കെ ഷേപ്പ് വരുന്ന രീതിയിൽ ചുറ്റി കൊടുക്കണം. ആ സെൻറ്റർ ഭാഗത്ത് കുറച്ച് കട്ടി ഉണ്ടാവണം. അറ്റം 2 വശത്തും ഒരു കോൺ രീതിയിൽ വരുന്ന രീതിയിൽ വേണം ചുറ്റി കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ കളറിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് നമ്മൾ ഈ ടിഷ്യൂവിൻ്റെ ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ടോപ്പ് വശം ഉണ്ടല്ലോ, ടോപ്പ് വശത്ത് കുറച്ചൊന്ന് ചേർത്ത് പിടിച്ചിട്ട് നമ്മളതൊന്ന് ചരിച്ചൊന്ന് ചുറ്റിനും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ മുട്ടിൻ്റെയൊക്കെ അറ്റത്ത് ഈ ഫ്ലവറിൻ്റെ ഒരു ചെറിയ പെറ്റൽസ് വിടർന്ന് നിൽക്കുന്ന രീതിയിലൊന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ആ ചുവടുവശത്തും ചെയ്തിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലവറിൻ്റെ ചുവടുവശത്ത് നമ്മൾ ഗ്രീൻ കളർ ക്രീപ്പ് പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ച പോലെ തന്നെ നമ്മൾ ഈ മുട്ടിൻ്റെ ചുവട്ടിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലോറൽ ടൈപ്പും കൂടെ ഒന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ മുട്ടും റെഡിയായി. ഇത് 2 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലും ചെറിയ മുട്ട് വേണം. അപ്പം നമ്മൾ ഫ്ലവറിൻ്റെ ടോപ്പിലായിട്ട് ഗ്രീൻ കളർ കവർ ചെയ്ത് രീതിയിലുള്ള മുട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെയിം രീതിയിൽ തന്നെ നമ്മൾ ഫ്ലവറിൻ്റെ കളറുള്ള ക്രീപ്പ് പേപ്പറിന് പകരം ഗ്രീൻ കളർ തന്നെ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മളൊന്ന് 2 മുട്ടും കൂടെ ശരിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ലീഫ് കൂടെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ ക്രീപ്പ് പേപ്പർ എടുക്കുന്നുണ്ട്.
അതൊരു സമചതുരത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ചെരിച്ച് കട്ട് ചെയ്ത ഭാഗത്തൊന്ന് പശ തേച്ചിട്ട് അതിന് മുകളിലേക്ക് ഒരു പീസ് കമ്പി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത പീസ് ഉണ്ടല്ലോ, അതൊന്ന് തിരിച്ചു വെച്ചിട്ട് വേണം, അത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന രീതിയിൽ തിരിച്ചു വെച്ചിട്ട് വേണം അതിന് മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഈ ക്രീപ്പ് പേപ്പറിന് നേരെ ഒരു വരയുണ്ടല്ലോ, അപ്പോൾ അതങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളത് തിരിച്ചൊട്ടിക്കുമ്പോൾ ഒരു വി ഷേപ്പ് പോലെ നമുക്ക് തോന്നും, ലീഫിൻ്റെ ഒക്കെ ആ ഒരു വര പോലെ. അപ്പം അങ്ങനെ ഒന്ന് സെറ്റായി കിട്ടിക്കഴിയുമ്പോൾ നമുക്കതൊന്ന് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് വളച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ ലീഫിൻ്റെ ചുവടുവശത്ത് ഫ്ലോറൽ ടൈപ്പ് ഒന്ന് ഒട്ടിച്ച് ചുറ്റിയെടുക്കണം. അങ്ങനെ നമ്മൾ 4 ലീഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചേർത്തൊട്ടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യമേ ഏറ്റവും ചെറിയ മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഫ്ലോറൽ ടൈപ്പ് വെച്ച് ചുറ്റി ഇത്തിരി താഴെ വന്നു കഴിഞ്ഞപ്പം ഒരു ലീഫ് വെച്ച് കൊടുത്ത് ഒന്ന് ചുറ്റിയെടുത്തു. പിന്നെ അതിന് അതായത് ഇത്തിരിയുടെ വലിയ നമ്മൾ മുട്ട ചെയ്തായിരുന്നല്ലോ, അതൊന്ന് വെച്ച് ചുറ്റി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് നമ്മുടെ ഫ്ലവർ വെച്ച് അതിൻ്റെ താഴെ ഒരു ലീഫും കൂടെ വെച്ച് ഒന്ന് ചുറ്റി കൊടുത്തു. അങ്ങനെ നമ്മൾ 2 സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ചേർത്തൊന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തിപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് പുതിയ ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് വീണ്ടും കാണാമല്ലോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.